ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യാനെത്തി. ഇറാൻ അതിന് ചൂട്ട മറുപടി ഓൺ ദ സ്പോട്ടിൽ കൊടുത്തു. ഒരു മാസത്തിനിപ്പുറം ഈ ലോകം ഇന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ട്രംപിൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പരാജയപ്പെട്ട ഭരണാധികാരിയായി ട്രംപ് തപ്പിത്തടഞ്ഞ് തടിയൂരാൻ നോക്കുകയാണ് എന്ന് ഇന്ന് ലോകം ലൈവായി കണ്ടു. അതേക്കുറിച്ചാണ് എനിക്കിത് പറയാനുള്ളത്. ട്രംപ് തൻ്റെ സ്വന്തം ജനതയെ അഭിമുഖീകരിച്ചപ്പോൾ ലോകം മുഴുവൻ കരുതിയത് ഇറാനെ തച്ചുടയ്ക്കാനും തച്ചു തകർക്കാനും അമേരിക്കയ്ക്ക് വിജയം പ്രഖ്യാപിക്കാനും ഒക്കെയുള്ള ഒരു വേദിക്ക് തുടക്കമായി എന്നായിരുന്നു. അല്ലെങ്കിൽ ഈ യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കാനുള്ള നീക്കമായിരിക്കുമെന്നും കരുതപ്പെട്ടിരുന്നു. പക്ഷേ സംഭവിച്ചത് ഇത് രണ്ടുമല്ല. നേരെ മറിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥ, കുരങ്ങൻ്റെ എന്തോ ആപ്പിനിടയിൽ പോയി എന്നൊരു കഥയുണ്ട്, അതിനേക്കാൾ ദുഷ്കരമായ തൻ്റെ അവസ്ഥ പുറം ലോകത്തോട് എങ്ങനെ പറയുമെന്ന് തപ്പിത്തടഞ്ഞ് ഉരുകുന്ന ട്രംപിനെയാണ് ആ അഭിസംബോധനയിലൂടെ ഞാൻ കണ്ടത്. കാരണം ഇതിനു മുമ്പ് പല അമേരിക്കൻ പ്രസിഡന്റുമാരും ഇത്തരം യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഗുരുതരമായ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് രാജ്യത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ, താല്പര്യങ്ങൾ, തുടർ നടപടിക്രമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വിശദമായി വെളിപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യുദ്ധവിജയം നേടിയിട്ടാണ് അദ്ദേഹം വന്ന് നിൽക്കുന്നതെങ്കിൽ വലിയ കോൺഫിഡൻസോടു കൂടിയായിരിക്കും സംസാരിക്കുക. എന്ന് മാത്രമല്ല, ഇതുവരെ ഉണ്ടായ യുദ്ധ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ശത്രുവിനെ പ്രഹരിക്കാൻ സാധിച്ചു, എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുവഴി അമേരിക്കയ്ക്കുണ്ടായ പുരോഗതികളൊക്കെ എന്തൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത് അമേരിക്ക ഒരു വലിയ ശക്തിയെ, ലോകത്തിന് ഭീഷണിയായ ഒരു വലിയ ശക്തിയെ നശിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ആയിരുന്നു. അവിടുത്തെ ഭരണം ഞാൻ ഏറ്റെടുക്കും, എൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളായിരിക്കും ഇറാൻ ഭരിക്കാൻ പോവുക, ഇതൊക്കെ തള്ളിമറച്ചതാണ്. പക്ഷേ അങ്ങനെ പറയാനുള്ള ഒരു നേട്ടവും ഈ യുദ്ധം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ട്രംപിൻ്റെ അഭിസംബോധനയിൽ വ്യക്തമായിരുന്നു. ഞാൻ ട്രംപിൻ്റെ ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ, അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ടിട്ടുള്ള, ട്രൂത്ത് സോഷ്യലിൽ ഇട്ടിട്ടുള്ള ആ പ്രതികരണങ്ങൾ മുഴുവൻ ഒന്ന് എടുത്തു വെച്ചു. അതിനുശേഷം ട്രംപ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വരികളും ചേർത്ത് വായിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ട്രംപ് ഓരോ ദിവസവും ട്രൂത്ത് സോഷ്യലിൽ ഇടുന്ന പോസ്റ്റുകൾ കൂട്ടി എഴുതിയിട്ട് ഒരൊറ്റ വായന വായിച്ചതാണ് ഇന്ന് ട്രംപ് നടത്തിയ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ എന്ന് പറയുന്ന പരിപാടി. അതായത് കുറേ തള്ളും പൊങ്ങച്ചവും, ഇറാനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള വെല്ലുവിളിയും അല്ലാതെ ക്രിയാത്മകമായി ഈ യുദ്ധത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ട്രംപിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ട്രംപ് പറയുന്നു, ശിലായുഗ കാലഘട്ടത്തിലേക്ക് ഇറാനെ ഞങ്ങൾ പിന്തള്ളി, അല്ലെങ്കിൽ പിന്തള്ളും, അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ആ സമയം, ആ സ്പോട്ടിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണം ആ സമയത്ത് ഇറാൻ അഴിച്ചുവിട്ടു. അതായത് ലോകത്തിന് മുന്നിൽ ട്രംപിനെ നാണം കെടുത്തുക, ട്രംപിൻ്റെ തൊലിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അതേ സമയത്ത് ഞങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്, 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ ഇറാനെ പരിപൂർണമായി ഞങ്ങൾ കീഴടക്കും, ഇറാൻ്റെ സൈനിക ശക്തിയും ആണവശക്തിയും മിസൈൽ ശേഷിയും ഒക്കെ ഞങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് അവിടെ എങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആടിത്തിമിർക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് മുഴുവൻ ശുദ്ധ നുണയാണ്, വ്യാജ നിർമ്മിതിയാണ്, പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനങ്ങളാണ് എന്ന് ഇറാൻ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. സൗദി, UAE, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തി. അവരുടെ മിസൈലുകൾ പലതും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയകരമായ ആക്രമണങ്ങളെന്ന് ഇറാനും അവകാശപ്പെടുന്നില്ല. പക്ഷേ തകർന്നു തളർന്നില്ലാതായി എന്ന് ട്രംപ് ഇറാനെ നോക്കി പറഞ്ഞ്, വീമ്പ് പറഞ്ഞ് ഞങ്ങൾ ജയിക്കുകയാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാൻ അവരുടെ പ്രവൃത്തിയിലൂടെ. അവിടെയാണ് ട്രംപിൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, അത് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ട്രംപ് കൃത്യമായി പറയുന്നുണ്ട്, യുദ്ധം നിർത്താൻ വേണ്ടി അമേരിക്കൻ ജനതയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം തനിക്ക് മേലുണ്ട് എന്ന്.
എന്തുകൊണ്ടാണ് അമേരിക്കൻ ജനത അത്തരത്തിലൊരു വലിയ സമ്മർദ്ദം ട്രംപിന് മേൽ ചുമത്തുന്നത്? കാരണം എണ്ണവില, ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയിൽ ഇന്ധനവില വളരെയധികം റെക്കോർഡ് ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്നു. ട്രംപിന് മേൽ നാറ്റോ രാജ്യങ്ങൾ, ഏറ്റവും അടുത്ത ചങ്ങാതിമാരായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഹോർമൂസ് കടലെടുക്ക് തുറക്കാൻ കഴിയുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ഒരു മാസത്തിനിപ്പുറവും ജലരേഖയായി നിൽക്കുന്നു. അതായത് അമേരിക്ക വിചാരിച്ചാൽ ഇറാനുമേലെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കുറേ ബോംബുകളിടാം, കുറേ മേഖലകൾ തകർക്കാമെന്നതിനപ്പുറം അടിസ്ഥാനപരമായി യുദ്ധലക്ഷ്യത്തിൽ അമേരിക്ക പറഞ്ഞതുപോലെ ഇറാൻ്റെ ഭരണമാറ്റം ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറാനിൽ നടപ്പാക്കിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ട്രംപിന് അതിനുള്ള ശേഷിയില്ല എന്ന് കൃത്യമായി ലോകം തിരിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ട്രംപിനെ തള്ളി പറയുന്നത്. ഒരു ഘട്ടത്തിൽ നാറ്റോ സഖ്യത്തെ ഉപേക്ഷിച്ച് ട്രംപ് പിന്മാറും അതിൽ നിന്ന് എന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. അതിന് കാരണം എന്താണ്? ഈ ലോകത്തെ മുഴുവൻ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക്, വലിയ ആഘാതങ്ങളിലേക്ക്, പ്രത്യാഘാതങ്ങളിലേക്ക്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ ഒറ്റ തീരുമാനം കൊണ്ട് തള്ളിയിട്ടയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഇത് ചെയ്തത് എന്നാണ് ആദ്യം കേട്ടിരുന്നതെങ്കിൽ പിന്നീട് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി, ഇറാൻ്റെ എണ്ണ ശേഖരം പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അമേരിക്കയുടെ വ്യാവസായികമായ താല്പര്യങ്ങൾ, ഇസ്രായേലിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതിനുവേണ്ടി മാത്രമായിരുന്നു ലോകത്തെ ഇപ്പോൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ഈ യുദ്ധം എന്ന്. അതിലെന്ത് നീതിയാണുള്ളത്? സത്യം ജയിക്കുക, നീതി ജയിക്കുക എന്നൊക്കെയുള്ളതാണ് ഒരു പോരാട്ടത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എപ്പോഴും സത്യമേ വിജയിക്കൂ, സത്യം എപ്പോഴും വിജയിക്കും. എന്ത് പോരാട്ടമായാലും, എന്ത് തർക്കങ്ങളായാലും, നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഒടുവിൽ അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇവിടെ സത്യം, നീതി ഇതൊക്കെ ആരുടെ പക്ഷത്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ പരമാധികാരിയെ വധിച്ച് ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം തകർക്കുന്ന വിധത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി 162 കൊച്ചു പെൺകുട്ടികളെപ്പോലും മിസൈലിട്ട് കൊന്ന ഒരു ടീമാണ് വലിയ ന്യായം പറയുന്നത്. എന്നിട്ടിപ്പോൾ നോക്കുക, അമേരിക്കയിൽ വലിയ തോതിലുള്ള തകർച്ചകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഓഹരി വിപണിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിൻ്റെ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതേസമയം ഇറാൻ നോക്കുക, ഇറാൻ്റെ സൈനിക മേധാവി, അതായത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തലവനായിട്ടുള്ള കരസേനാ മേധാവി അമീർ ഹത്താമി ഇന്നൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറിക്കുന്ന നെതന്യാഹുവിനെ വലിയ ഭീതിയിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേലിനെതിരായ ഭീഷണി ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന വാക്കുകളാണ് അവിടുത്തെ കരസേനാ മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2 കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒന്ന്, കരയുദ്ധത്തിന് തയ്യാറാകൂ എന്ന് അദ്ദേഹം സൈന്യത്തോടും ജനങ്ങളോടും അഭിസംബോധന ചെയ്യുന്നു, വെട്ടിത്തുറന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, കരയുദ്ധം ഉണ്ടായാൽ, കരയുദ്ധം ആരംഭിച്ചാൽ, അമേരിക്കൻ സൈന്യം അവരുടെ ബൂട്ടുകൾ ഇറാൻ്റെ മണ്ണിൽ തൊട്ടാൽ സകല എണ്ണത്തിനെയും വധിക്കും എന്നു തന്നെ. ഒരൊറ്റ സൈനികനും ഈ മണ്ണിൽ നിന്ന് ജീവനോടെ തിരിച്ചു പോകരുത് എന്നു തന്നെ അവിടുത്തെ കരസേന തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ട്രംപ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് യുദ്ധം എത്ര നാൾ നീളും, എത്ര ദിവസം കൊണ്ട് വിജയിക്കാൻ കഴിയും, എത്രത്തോളം വിജയിച്ചിരിക്കുന്നു, യുദ്ധലക്ഷ്യങ്ങൾ നേടാനായോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ട്രംപിന് ഒരു ഉത്തരവുമില്ല. എന്തിനാണ് ഈ യുദ്ധം ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? എന്താണിപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നിനെക്കുറിച്ചും ട്രംപിന് മറുപടിയില്ല. ട്രംപ് പറയുന്നത് ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളാനുള്ള എല്ലാ പദ്ധതിയും ഞങ്ങളുടെ പക്കലുണ്ട്, അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇനി കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇനിയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഇപ്പം തന്നെ ഞങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ് എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ ഇറാൻ അവിടുന്ന് മിസൈലുകളുടെ വലിയ ശേഖരം ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളടക്കം പറയുന്നുണ്ട്. ഇതിനൊരു ഏകീകൃതമായ കണക്കൊന്നും നമുക്ക് ലഭ്യമല്ല. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ വാർത്താ ഫീഡുകൾ, അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വീഡിയോകൾ, ചിത്രങ്ങൾ, റിപ്പോർട്ടുകൾ, ഇതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടങ്ങളിലെ ഭരണകൂടങ്ങൾ ഔദ്യോഗികമായി കൃത്യമായിട്ട് വീഡിയോയും ദൃശ്യങ്ങളും ഒന്നും സഹിതം പുറത്ത് വിടുന്നില്ല. അപ്പോൾ അത്തരം ഏജൻസികളെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ വീഡിയോകളൊക്കെ തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരിക്കുന്നു.
ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലടക്കം ശക്തമായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കരയുദ്ധത്തിന് വന്നാൽ ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ പോകില്ല എന്ന് ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് യുദ്ധത്തിനുള്ള സാധ്യതകളുണ്ട്. അതായത് മാസങ്ങളോളം യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കൊരു തടസ്സവുമില്ല എന്ന് ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്ക ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും വ്യക്തമായ ധാരണയില്ല. കുറേ ബോംബുകൾ ഇപ്പോഴും ഇറാനിലേക്ക് അയക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ യുദ്ധ ലക്ഷ്യമെന്നുള്ളത് ഇറാൻ്റെ റെജിം ചേഞ്ച് ആയിരുന്നു, ഹോർമുസ് കടലിലേക്ക് തുറക്കുക എന്നതായിരുന്നു. ഇതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കം പറഞ്ഞു, ഒരു തരത്തിലുള്ള ചർച്ചയും അമേരിക്കയുമായിട്ടോ ഇസ്രായേലുമായിട്ടോ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ മാത്രമായിരിക്കും. അത് ഇറാനിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അമേരിക്ക വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിയില്ല. അതായത് യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ, യുദ്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ, യുദ്ധം എങ്ങനെ അവസാനിക്കണം, എപ്പോഴവസാനിക്കണം, ഏത് രീതിയിലായിരിക്കണം കരാർ ഉണ്ടാക്കേണ്ടത് തുടങ്ങി ഒരു കാര്യത്തിലും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ഇന്നൊരൊറ്റ ദിവസം തന്നെ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറാൻ്റെ കൈകളിലേക്ക് പരിപൂർണമായ നിയന്ത്രണം വന്നിരിക്കുന്നു. സർവ്വസജ്ജമായി ഇറാൻ നിൽക്കുകയാണ്. ഇറാന് പ്രഹരമേൽപ്പിക്കുന്ന നിരവധി ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട് എങ്കിലും അതുകൊണ്ടൊന്നും ഇറാൻ്റെ പോരാട്ട വീര്യമില്ലാതാക്കാൻ അല്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി നശിപ്പിക്കാൻ അല്ലെങ്കിൽ വരിഞ്ഞുകെട്ടാൻ കഴിയുന്നില്ല അമേരിക്കയ്ക്ക് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.